ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടി പോവാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ഒരു ദിവസം മുഴുവൻ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഏശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് തരുന്നുണ്ട്. ഞാൻ നിന്നെ വിസ്മരിക്കില്ല, ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ വചനം കേട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു ബോധ്യം മനസ്സിലോട്ട് നിറഞ്ഞ് ഈ ഒരു വിശ്വാസത്തോടെ വേണം കിടന്നുറങ്ങാൻ. ഈശോ എന്നെ മറക്കത്തില്ലെന്ന്. ഈശോയ്ക്ക് മറന്നു കളയാൻ പറ്റുന്ന ഒരാളല്ല എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഈശോയ്ക്ക് എന്നെ അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ, അല്ലെങ്കിൽ ഒരിക്കൽ കൂട്ടുകാരായിരുന്നവരെ പിന്നീടൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, എന്നാലും നീ എന്നെ മറന്നല്ലോടി, നീ എന്നെ ഓർത്തില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ അതിജീവിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഓർക്കും. അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓർക്കും, ഇവരൊന്നും എന്നെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല, എന്നെ ഒന്നും പരിഗണിക്കുന്നില്ല, എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ പാടില്ല എന്നൊക്കെ. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ ഓർമ്മ വരും. ഈശോ നമുക്കൊരു വാഗ്ദാനം ഏശയ്യാപ്രവാചകനിലൂടെ തരികയാണ്, നീ എൻ്റെതാണ്, ഞാൻ നിന്നെ മറക്കാൻ പോകുന്നില്ല. വചനം നന്നായിട്ടൊന്ന് എടുത്ത് വായിക്കണേ. ഏശയ്യാ 44:21. നീ എൻ്റേതാണ്, എൻ്റെ ദാസനാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഫോർഗെറ്റ് യു. ഞാൻ നിന്നെ മറക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ ഒരൊറ്റ ബോധ്യത്തിൽ കിടന്നുറങ്ങിക്കോ. ഈശോ നിന്നെ മറക്കത്തില്ല. നിൻ്റെ പ്രാർത്ഥനയും മറക്കില്ല, നിൻ്റെ സങ്കടങ്ങളും ഈശോ മറക്കില്ല, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈശോ മറന്നിട്ടില്ല. നിന്നെ ഈശോ വിസ്മരിക്കില്ല. ആ ഒരു ബോധ്യം സന്തോഷം നൽകട്ടെ. ഈശോ ഒരു ആനന്ദം നൽകട്ടെ. ശാന്തമായിട്ട് കിടന്നുറങ്ങുക. നാളെ എഴുന്നേൽക്കുക. നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ കേൾക്കുന്ന എല്ലാ വചനവും 30 60 ഒന്നുമല്ല, 100 മേനി ഫലം നൽകി നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വളരാൻ സാധിക്കട്ടെ. ദാവീദൊക്കെ പറഞ്ഞ പോലെ രാത്രിയിലും നിങ്ങളുടെ അന്തരംഗത്തിൽ ജ്ഞാനം പകരപ്പെടട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ ശാന്തമാക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.